ട്രെയിനിങ്ങിനൊരു ഉപയോഗമായിട്ടുള്ള കാര്യം പറയും. നിങ്ങൾ ഒരിക്കലും ഇതുപോലെ സിംഗിൾ പറവയെ കൊണ്ടിട്ട് 10 കിള്ളിയായ സിംഗിൾ പറവയൊക്കെ കൊണ്ടിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കരുത്. കാരണം നിങ്ങളെ പറവ പറക്കാൻ ചാൻസ് കുറവാണ്. കാരണം അതിനിപ്പോൾ വേണ്ടത് 10 കിള്ളിയ ഒരു പറവയ്ക്ക് വേണ്ടത് ഒരു മെയ്റ്റാണ്, അതായത് ഫീമെയിലാണ്, അവന് ബ്രീഡ് ആവാനൊക്കെ. അപ്പോൾ അതിന് വരെ നിങ്ങൾ ആദ്യമേ ചെന്ന് ഇതുപോലൊരു ബ്രീഡ് പറവയെ വാങ്ങി, ഒരു പേർ പറവ. അപ്പോൾ അവർ നിങ്ങളെ വീട്ടിൽ ഒന്ന് 1-2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മുട്ടയൊക്കെ ഇട്ട് കുഞ്ഞുങ്ങളെ ഇറക്കി തരും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ആദ്യമേ ചെന്ന് കുഞ്ഞന്മാരെ വാങ്ങിക്കരുത്. കാരണം അവന്മാരെ വളർത്തി നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നല്ല രീതിയിൽ പറന്ന് കിട്ടും, പക്ഷെ ചില സമയത്ത് അവർ പറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ആദ്യമേ നിങ്ങൾ ഇതുപോലൊരു പേർ പറവയെ വാങ്ങി അവരിൽ നിന്ന് കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ ട്രെയിനിങ് തുടങ്ങുക. പിന്നെ അതുപോലെ ഒരിക്കലും 10 കിള്ളിയ ഒരു പറവയെ പറപ്പിക്കരുത്. കാരണം അവർ ബ്രീഡിങ് സെറ്റാക്കുക ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ 10 കിള്ളിയിട്ടൊരു പറവയെ പറപ്പിച്ച് കഴിഞ്ഞാൽ അത് ചില സമയത്ത് പറക്കണമെന്നില്ല, നിങ്ങളുടെ ടൈം അത്രയും വേസ്റ്റും. സോ ഇപ്പോൾ ഒരു 10 കിള്ളിയിട്ടുള്ള സിംഗിൾ പറവ നിങ്ങളിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീമെയിൽ വാങ്ങിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഫീമെയിൽ വാങ്ങിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഈ പറവയും ആ പറവയും കൂടെ കണ്ട് പേരായിക്കോളും. പിന്നെ ഇതിപ്പോൾ ഇവളൊരു കുഞ്ഞനാണ്, പിന്നെ ഇതും കുഞ്ഞനാണെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ 10 കിള്ളിയായിരിക്കും. എന്നാൽ ഇവിടെ നമുക്ക് ഇവനെ ചിലപ്പോൾ ആണെങ്കിൽ ഒന്ന് പറപ്പിച്ച് നോക്കാം, അല്ലെങ്കിൽ ഇവനിവിടെ ബ്രീഡിങ് സെറ്റായിട്ട് ഇട്ടേക്കാം. പുതിയ പറവ കേട്ടാ, ബ്രീഡിങ് സെറ്റായിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഇട്ടേക്കാം. ഓക്കെ. സോ ഇപ്പോൾ നിങ്ങൾ എപ്പോഴും പറവ വാങ്ങിക്കുമ്പോൾ ആദ്യമേ ഒരു ബ്രീഡിങ് സെറ്റിനെ വാങ്ങിച്ചിട്ട് അവരെ കുഞ്ഞന്മാരെ പറപ്പിച്ച് ട്രെയിൻ ചെയ്ത് ഇറക്കുക. സോ ഇപ്പോൾ എന്ത് ഇവിടെ ഇത്രയുള്ളൂ. ചറ്റ ബൈ ബൈ. ഇതുപോലത്തെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇവിടെ ഇത്രയുള്ളൂ. ചറ്റ ബൈ ബൈ.